വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈനിങ് ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ലൈനിങ്ങിലാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ മെയിൻ തുണിയിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ ഏറ്റവും നല്ല സിമ്പിളായിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് ലൈനിങ്ങിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. നമ്മളെപ്പോഴും മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്ലിറ്റിൻ്റെ അവിടെയും അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വലിഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ തന്നെ വെച്ചങ്ങാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്സ് നോക്കാം കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് പിന്നെ മറ്റേ ഭാഗത്തും കൂടെ മാർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചതിൻ്റെ ചെറിയ ഒരു മാർക്ക് അവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഈ ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കൽ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നെക്കിൻ്റെ കാര്യമാണ് കേട്ടോ. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ക്യാൻവാസിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. ക്യാൻവാസിൽ നെക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും ക്യാൻവാസിൽ നെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസിലേക്ക് ഒട്ടിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ 2 മുട്ട് സൂചി ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തുണി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളെപ്പോഴും ഇതുപോലെ 2 പിന്ന് കുത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. തുണി എങ്ങാനും ചുളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അയൺ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ചെറിയ വലിവൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ നെക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അധികമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ലൈനിങ്ങിൻ്റെ ഒപ്പം വെച്ചങ്ങാണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ലൈനിങ്ങിൻ്റെ തുണിയും മെയിൻ തുണിയും കൂടെ കൂട്ടി യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ഒന്ന് അയൺ ചെയ്തിട്ട് ചുളിവെല്ലാം നിവർത്തിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് കേട്ടോ. എല്ലാവരും ഒന്നും ചെയ്യാറുണ്ടാവില്ല. എനിക്ക് കുറച്ചും കൂടെ ഒരു നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്ലിറ്റിൻ്റെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇതുപോലെ 1 ഇഞ്ച് വീതിയിലൊന്ന് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ പിന്നെ അഴിച്ചിടും. പക്ഷേ ഈ ഒരു സ്റ്റിച്ചിങ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടെ പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ പിടിച്ചിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എനിക്കെപ്പോഴും നല്ലതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അത്. ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചുരിദാർ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ലൈനിങ് ചുരിദാർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.